ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി വളർന്നുവരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. നമുക്കറിയാം, എല്ലാ വർഷവും ജൂൺ 19 നമ്മൾ വായനാ ദിനം ആചരിക്കുകയാണ്. ശ്രീ PN പണിക്കർ ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ഗ്രാമങ്ങൾ തോറും നടന്ന് അവിടെയൊക്കെ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുകയും വായനയുടെ വലുതായിട്ടുള്ള പ്രാധാന്യം ഈ കേരള ജനതയ്ക്ക് വ്യക്തമാക്കി കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം, അതായത് ജൂൺ 19 അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനം നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ദേശീയ തലത്തിൽ 2017 മുതൽ വായനാ ദിനമായിട്ട് കൊണ്ടാടുന്നുണ്ട്. വായന മനുഷ്യൻ്റെ ജീവിതത്തിൽ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വായനയുടെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വായന. കാരണം ഈ വായനയിലൂടെയാണ് നമ്മൾ അറിവ് നേടുന്നത്. അതെന്തായിക്കോട്ടെ, ഭാഷയായിക്കോട്ടെ, സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ശാസ്ത്രമാകട്ടെ എന്ന് വേണ്ട ഏതു തരത്തിലുള്ള അറിവും നമ്മിലേക്ക് എത്തിച്ചേരുന്നത് പ്രധാനമായിട്ടും വായനയിലൂടെയാണ്. കുറച്ച് സമയം കിട്ടാറുള്ളൂ. ആ സമയത്ത് നമ്മൾക്ക് വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അല്ലേ? ഇല്ലേ? ഉഷാറില്ലല്ലോ, ഒന്ന് പറയൂ. ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് സമയം വായിക്കാൻ മാറ്റി വെക്കില്ലേ? ഓക്കെ. അപ്പൊ ഞാന് ഒരു പാട്ടിലൂടെ നിങ്ങളോട് പറയാണ്. അപ്പൊ ഞാൻ പാടുന്ന പാട്ട് നിങ്ങൾ ഏറ്റു പാടണം. പാടില്ലേ? ഇന്ന് വായനാ ദിനമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കുട്ടി കവിതയാണ്. ഞാൻ ഈ കവിത നിങ്ങൾക്ക് പാടിത്തരും, നിങ്ങളത് ഏറ്റുപാടണം കേട്ടോ. വലിയ ട്യൂണൊന്നുമില്ല, വെറുതെ. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. ഒന്നും കൂടി. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. ഇതിലാരാ പാടുന്നല്ലേ? ഇങ്ങോട്ട് വരൂ. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. നിങ്ങൾ പാടണം, നിങ്ങൾ കേൾക്കാനല്ല, ഇവരും കൂടെ പാടണം കേട്ടാ. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. അക്ഷരമധുരം നുകരാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാമില്ല, അറിവിന
ജോർജ് ആർ മാർട്ടിൻ പറഞ്ഞതുപോലെ വായിക്കുന്നവർ മരണത്തിന് മുമ്പ് 1000 ജന്മങ്ങൾ ജീവിക്കുന്നു, വായിക്കാത്തവർ ഒരൊറ്റ ജീവിതവും. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വാക്കുകൾ. ആ വാക്കുകൾ എഴുതിച്ചേർത്ത പുസ്തകങ്ങളുടെ വായന മനുഷ്യന്റെ മാനസിക വികാസത്തിന് ഏറെ അനിവാര്യമാണ്. മറ്റു ചിലത് ചവച്ചരച്ച് ധരിപ്പിക്കാനും. പലതരം പുസ്തകങ്ങൾ ഉള്ളതുപോലെ പലതരം വായനയുണ്ടെന്നാണ് അദ്ദേഹം ഈ പറഞ്ഞതിന്റെ സാരം. എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല, വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എന്ത് നേടി എന്നതിനാണ് നാം മൂല്യം കൽപ്പിക്കേണ്ടത്. ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു. സുഹൃത്തുക്കളുടെ ക്ഷാമം ഞാൻ പുസ്തകങ്ങളിലൂടെ നികത്തുന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണിത്. വായനയാണ് അദ്ദേഹത്തെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. എനിക്ക് സമ്മാനമോ സ്കോളർഷിപ്പോ കിട്ടുമ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ എന്റെ പെരുമാറ്റവും സ്വഭാവവും പിഴയ്ക്കാതെ ഞാൻ സൂക്ഷിച്ചിരുന്നു. ചെറിയ തെറ്റുപോലും എന്നെ കരയിച്ചിരുന്നു. ഞാൻ ശകാരിക്കപ്പെടുകയോ ശകാരാർഹനായി അധ്യാപകന് തോന്നുകയോ ചെയ്യുന്നത് എനിക്ക് അസഹ്യമായിരുന്നു. ഒരിക്കൽ അടിവാങ്ങേണ്ടി വന്നത് ഞാൻ ഓർക്കുന്നു. ആ ശിക്ഷയെക്കാളും അതിന് ഞാൻ അർഹനായതോർത്താണ് ദുഃഖം തോന്നിയത്. ഞാൻ വല്ലാതെ കരഞ്ഞു. 1ാമത്തെയോ 2ാമത്തെയോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായി. I proceeded alongside my father, clutching his right hand, learning to keep up with his long stride. All my clothes were new, the black shoes, the green school uniform and the red turbans. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. My mother stood at the window watching us, and I would turn toward her from time to time, appealing. मेरे प्यारे दोस्तों, आज मैं गांधी जी कैसे बने लेख के कुछ भाग आपको सुनाना चाहूंगी। बचपन में गांधी जी को अंधेरे से डर लगता था। उन्हें लगता था कोई भूत आकर उन्हें पकड़ लेंगे। बड़े होकर वे खुद ऐसे ही बन गए जो अंग्रेजी हुक्म के मानो अंग्रेजी हुक्म को डराने लगे, मानो कोई भूत हो। സനാതനധർമ്മം എന്നാണ് ഗ്രന്ഥശാലയുടെ പേര്. അതാണ് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഒരു തുടക്കമായിട്ട് നമുക്കതിനെ പറയാൻ സാധിക്കും. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ സമ്മാനിച്ചത് PN പണിക്കരാണ്. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു.